മലപ്പുറം ജില്ലയിൽ 100 ദിന ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ ഫീൽഡ് സന്ദർശനത്തിനിടെ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തി ആരോഗ്യ പ്രവർത്തകർ. ആത്മഹത്യാശ്രമത്തിൽ നിന്നാണ് വയോധികനെ രക്ഷപ്പെടുത്തി പരിരക്ഷ ഉറപ്പാക്കിയത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും വീട് ആരോഗ്യ പ്രവർത്തകർ തന്നെ വൃത്തിയാക്കുകയും തകരാറിലായ വൈദ്യുതി സംവിധാനം ശരിയാക്കി നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മക്കളെയും മറ്റ് ബന്ധുക്കളെയും വിവരമറിയിക്കുകയും അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. മാതൃകാപരമായ പ്രവർത്തനം നടത്തി ജീവൻ രക്ഷിച്ച മുഴുവൻ ടീം അംഗങ്ങളെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. സാധാരണ പോലെയാണ് താനൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് രമ്യ, സനൽ എസ്, MLSP ഹാജറ PK, ആശാ വർക്കർ തെസ്ലീന എന്നിവർ ഫീൽഡ് സന്ദർശനത്തിനായി ഇറങ്ങിയത്. അപ്പോഴാണ് ഒരു വീട്ടിൽ വയോധികൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതായി കാണാനിടയായത്. ഉടൻ തന്നെ അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ, RRT അംഗം, കൗൺസിലർ എന്നിവരെ വിവരമറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ആരോഗ്യ പ്രവർത്തകർ സംസാരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുകയും പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്തു. കൂടാതെ പോലീസ്, സാമൂഹ്യനീതി വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവരെ വിവരമറിയിക്കുകയും അദ്ദേഹത്തിന് വേണ്ട മറ്റു സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ക്ഷയരോഗ നിവാരണ പ്രവർത്തനത്തിനായുള്ള 100 ദിന കർമ്മ പരിപാടി നിക്ഷയ് ശിവറിന് ജില്ലയിൽ തുടക്കമായിട്ടുണ്ടായിരുന്നു. ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം ജനുവരി 4-ന് P. ഉബൈദുള്ള MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. ക്ഷയരോഗ മരണങ്ങൾ കുറയ്ക്കുക, ക്ഷയരോഗം മൂലമുള്ള അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ക്ഷയരോഗബാധിതരെ കണ്ടെത്തി അണുബാധയുടെ വ്യാപനം തടയുക എന്ന ഉദ്ദേശത്തോടെയാണ് ആരോഗ്യ പ്രവർത്തകർ സ്ക്വാഡിന് ഇറങ്ങിയത്. ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. ഇതിന്റെ ഭാഗമായാണ് ആരോഗ്യ പ്രവർത്തകരും ആശാ വർക്കർമാരും പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ച് വീടുകളിൽ നേരിട്ട് പോയി ക്യാമ്പയിൻ നടത്തുന്നത്. ഇതിനിടെയാണ് ഇങ്ങനെയൊരു സംഭവം നടന്നതും. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.